2 ദിവസം മുമ്പ് കേരള നിയമസഭയിൽ പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി MP രാജേഷ് അദ്ദേഹം അതിരൂക്ഷമായ രീതിയിൽ VD സതീശനെ വിമർശിച്ചുകൊണ്ട് പ്രസംഗം നടത്തി. അതിനകത്ത് ഉപയോഗിച്ച വാക്കുകൾ ധിക്കാരമാണ്, അഹങ്കാരമാണ് സതീശന്. അതേപോലെ സ്പീക്കറിൻ്റെ ചെയറിനോട് പോലും ഒരു ബഹുമാനം കാണിക്കുന്നില്ല, കൈ ചൂണ്ടി സംസാരിക്കുന്നു തുടങ്ങിയ വലിയ രീതിയിലുള്ള അറ്റാക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ കഴിഞ്ഞ 3 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് പ്രതിപക്ഷ നേതാവിനെതിരെ അതിൻ്റെ പാർലമെൻ്ററി കാര്യമന്ത്രി, അതായത് ഇത് കരുതിക്കുട്ടിയുള്ള CPMൻ്റെ ഒരു നടപടി തന്നെയാണ്. പെട്ടെന്ന് ബിന്ദു, അതായത് എഡ്യൂക്കേഷൻ മന്ത്രി പറഞ്ഞു, എന്നെ കൈ ചൂണ്ടിയാണ് സംസാരിക്കുന്നത്, ധിക്കാരമായിട്ടാണ് സംസാരിക്കുന്നത്. ഇത് അദ്ദേഹം പ്രസംഗിക്കുന്നു. എന്താണ് MP രാജേഷ് ഇങ്ങനൊരു പ്രസംഗം നടത്താനുണ്ടായ കാരണം? അതിനെപ്പറ്റിയാണ് വിശകലനം. ഞാൻ ഏറ്റവും കൂടുതൽ VD സതീശനെ പ്രതിപക്ഷ നേതാവാകുന്നതിന് മുമ്പ് സപ്പോർട്ട് ചെയ്ത ആളാണ്. കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവാകണം, രമേശ് മാറണം, അതിന് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം സതീശൻ നല്ലപോലെ ഒരു റൈറ്ററാണ്, നല്ല ലോയറായിരുന്നു കേരള ഹൈക്കോടതിയിൽ. അദ്ദേഹത്തിന് എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്, ദേശീയ തലത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞപ്പോൾ ഏകദേശം പിണറായി വിജയൻ്റെ അടിമയായിട്ടാണ് സതീശൻ കഴിഞ്ഞ 3 വർഷം പെരുമാറിയിട്ടുള്ളത്. ഓരോ ഇൻസിഡൻ്റ് എടുക്കുക, സതീശൻ പിണറായി അങ്ങ് പൊക്കിയടിക്കുക. പിണറായി മന്ത്രിസഭ കയറി 1 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ ദുരിതം തുടങ്ങി. എല്ലാ രീതിയിലും സാമ്പത്തിക പ്രശ്നം, സാമൂഹിക പ്രശ്നം, പോലീസിൻ്റെ പ്രശ്നം, ലോ ആൻഡ് ഓർഡർ ഇല്ലായ്മ, ഗുണ്ടായിസം, മയക്കുമരുന്ന് കേസുകൾ അങ്ങ് വർദ്ധിക്കുകയാണ്. അവിടെയും സതീശൻ വളരെ സൈലൻ്റായിട്ട് മുഖ്യമന്ത്രിയുമായിട്ട് ഒളിച്ചുകളി നടത്തുകയാണ്. കാരണം സതീശന് ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ചിലതൊക്കെ നടത്തി കൊടുക്കുമായിരിക്കും. അതായത് മുഖ്യമന്ത്രിയുമായിട്ട് ലോഹ്യമാണ്, പക്ഷെ പുറത്ത് കാണിക്കുന്ന ഇവർ ശത്രുവായിട്ട്. ഇത് ഞാൻ പല പ്രാവശ്യം പൊളിച്ച് എഴുതിയിട്ടുണ്ട്. അതിനൊരു ഉദാഹരണം പറയാം. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം കേരള നിയമസഭയിൽ ഗണേശനെതിരെ അവിടെ ഡിബേറ്റ് ഉണ്ടായി. കാരണം ഗണേശാണ് ഈ പറയുന്ന സോളാർ കേസിലെ ആ സ്ത്രീയുമായിട്ട് ചേർന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ പല രീതിയിലുള്ള കള്ള ആരോപണങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ അകത്ത് ഗണേശാണ് പ്രാധാന്യം ഉണ്ടായിരുന്നത്. അന്നത്തെ ഡിബേറ്റിൽ മറ്റുള്ള കോൺഗ്രസിൻ്റെ UDFൻ്റെ അംഗങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് പ്രസംഗിച്ചപ്പോൾ അതിനെ മുഴുവനും മുക്കിക്കൊല്ലുന്ന രീതിയിലായിരുന്നു സതീശൻ്റെ പ്രസംഗം. സതീശൻ ഗണേശൻ്റെ ഈ സംഭവം എല്ലാം മാറ്റി മുഖ്യമന്ത്രിയുടെ നേരെ ഉണ്ടാക്കി. അതായത് ആ സംഭവം മുഴുവനും വെള്ളം ഒഴിച്ച് തണുപ്പിക്കുക. ഇതാണ് ഈ സതീശൻ എന്ന് പറഞ്ഞ ആ വട്ടൻ, അതായത് ആ പൊട്ടനൊന്നുമല്ല, കപടധാരിയുടെ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇത് വിസിബിളായത്, ഇത് മനസ്സിലാക്കാൻ വേണ്ടി റോക്കറ്റ് തന്ത്ര ടെക്നോളജിയുടെ ആവശ്യമൊന്നുമില്ല. അതേപോലെ തന്നെ മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിക്കെതിരെയും കുടുംബത്തിനെതിരെയും ശക്തമായ ആരോപണങ്ങൾ, മാസപ്പടിയാണെങ്കിലും ഈ പറയുന്ന മൈനിങ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ ഓരോന്നായിട്ട് പുറത്തു കൊണ്ടുവന്നപ്പോൾ അതിനെയും VD സതീശൻ പൂർണ്ണമായിട്ട് വെള്ളം ഒഴിച്ചങ്ങ് തണുപ്പിച്ചു കൊടുത്തു. ഇതാണ് സതീശൻ്റെ ഗെയിം ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ നോക്കൂ, ഓരോ ഇൻസിഡൻറ്റും നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രിയെ ഭരണകക്ഷിയിലുള്ളവരെക്കാൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിലപാടെടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത സതീശായിരുന്നു കഴിഞ്ഞ 3 വർഷം. ഇതായിരുന്നു ഇവർ തമ്മിലുള്ള ഈ പറഞ്ഞ ഈ ഒളിച്ചുകളി എന്ന് പറയത്തില്ലേ, മിക്കി മൗസ് പോലെ അവിടെ ഒളിക്കുക, ഈ ഹൈഡ് ആൻഡ് സീഡ് ആയിരുന്നു ഈ സംഭവം. ഇതെല്ലാവർക്കും അറിയായിരുന്നു. എത്രയോ കോൺഗ്രസ് നേതാക്കൾ ഇതിനെപ്പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്. സതീശന് മുഖ്യമന്ത്രിയായിട്ടൊരു ധാരണയുണ്ട്. ഇതേപോലെ തന്നെ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കുക, അതായത് പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നടന്ന അസംബ്ലിയിൽ അവിടെയാണ് സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഒരു ശക്തമായ രീതിയിൽ കേരള സർക്കാരിനെ വലിച്ചു കയറാൻ ശ്രമിച്ചത്. 3 വർഷം എടുത്തു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ അസംബ്ലിയിൽ നടന്ന പ്രസംഗം മാത്രമേ ഉള്ളൂ സതീശൻ്റെ പ്രകടനം. അതായത് അത് വളരെ നല്ല പോലെ അദ്ദേഹം നിർവഹിക്കുകയും ചെയ്തു. അതിലേറ്റവും പ്രധാനം കേരള ഗവൺമെൻറ് കഴിഞ്ഞ 3 വർഷം കൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരു സംഭവമുണ്ട്. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, GST,
കേന്ദ്രം തരുന്നില്ല, അതിൻ്റെ കോമ്പൻസേഷൻ തരുന്നില്ല. അതിനുവേണ്ടി അവർ ഡൽഹിയിൽ പോയി സമരം ചെയ്യുന്നു. പ്രതിപക്ഷവും കോൺഗ്രസ് സഹകരിക്കുന്നില്ല. മുഴുവനും ബെഞ്ച് ഓഫ് ലൈസ്. ഈ കള്ളങ്ങൾ ഓരോന്നായിട്ട് സുപ്രീം കോടതി കൊണ്ട് അവിടെ അങ്ങ് പൊളിഞ്ഞു പോയി. എന്നിട്ടും കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടി ഇതിനെപ്പറ്റി ആധികാരികമായിട്ടൊന്നും പറയുന്നില്ല. അതായത് കോൺഗ്രസിൻ്റെ പേടി ഇതിനെപ്പറ്റി പറഞ്ഞു കഴിയുമ്പോൾ അതിന് BJPക്ക് അഡ്വാൻറ്റേജ് കിട്ടുമോ, ഇതൊക്കെയായിരുന്നു അവരുടെ ധാരണ. അതൊന്നുമല്ല ബേസിക്കലി അവസാനത്തെ KN ബാലഗോപാലിൻ്റെ പ്രസംഗം. അപ്പോൾ അതിന് സതീശൻ കൊടുത്ത ഒരു മറുപടിയുണ്ട്. അതായത് GST കോമ്പൻസേഷൻ്റെ അകത്ത് കേരളം പറയുന്ന പച്ചക്കള്ളം. ആദ്യം കേരളം പറയും 56,000 കോടി, പിന്നത് 43,000 കോടി, പിന്നത് 26,000 കോടി. അവസാനം നമ്മൾ കണ്ടതാണ് ആകെ 13,000 കോടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പ്രോപ്പറായിട്ട് ഇവർ അക്കൗണ്ടിങ് കൊടുക്കാത്തതിൻ്റെ പേര് തടഞ്ഞു വെച്ചു. ഇതാണ് സംഭവം. അത് സതീശന് ഓരോന്നായിട്ട് GST കോമ്പൻസേഷനെ പറ്റിയുള്ള മറ്റുള്ള സ്റ്റേറ്റുകളും എങ്ങനെയാണ് കേന്ദ്രവും സ്റ്റേറ്റുമായിട്ടുള്ള സഹകരണം മുഴുവൻ ഓരോന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ ട്രഷറി ബെഞ്ചസ് മാത്രമൊന്നുമല്ലാതെ അതേപോലെ തന്നെ മുഖ്യമന്ത്രിയാണെങ്കിലും ഫിനാൻസ് മിനിസ്റ്ററിൽ പെട്ടുപോയി, ലിറ്ററലി പെട്ടുപോയി. ഇതേപോലൊരു പ്രസംഗം 2 വർഷം മുമ്പ് നടത്തിയിരുന്നെങ്കിൽ ഈ ഗവൺമെൻറ്റിനെ വലിച്ചു കീറാനും ഇവരുടെ ഓരോ കള്ളത്തരങ്ങളായിട്ട് പൊളിഞ്ഞു പോയേനെ. ഇതാണ് സംഭവിച്ചത്. അതിൽ ഭയങ്കരമായിട്ട് പ്രശ്നമായി. പിന്നെ രണ്ടാമത്തെ ഒരു ഇഷ്യൂ, വീണ ജോർജ് അതായത് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറയുന്ന സമയത്ത് അവർ പറഞ്ഞു ഇടതുപക്ഷത്തിൻ്റെ നിലപാട് ഇതാണ്, ഞങ്ങളുടെ നിലപാട് ഇതാണ്, CPMൻ്റെ നിലപാട്. അവരെ കേരള നിയമസഭയിൽ വലിച്ചങ്ങ് കീറി സതീശൻ. അത് എക്സംപ്ലറി സ്പീച്ചായിരുന്നു, മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചത്. എന്താണ് CPMൻ്റെയും അതായത് വീണ ജോർജിൻ്റെയും നിലപാട് ഓരോന്നായിട്ട് എടുത്തങ്ങ് പറഞ്ഞു. അതായത് കോഴിക്കോട്ടെ ഇൻസിഡൻറ്റ് നിങ്ങൾക്കറിയാം. അവിടെ ICU പോയൊരു പേഷ്യൻറ്റ്, ആ പേഷ്യൻറ്റിനെ സെക്ഷൽ അസോൾട്ട് ചെയ്യാൻ വേണ്ടി അവിടെയുള്ള ഒരു സ്റ്റാഫ് ശ്രമിക്കുകയും, അതായത് ഈ ഭരണകക്ഷി യൂണിയനിൽപ്പെട്ട, അപ്പോൾ അവിടെയുള്ള ഒരു സ്റ്റാഫ് ഇതിനെപ്പറ്റി മൊഴി പോലീസിന് കൊടുക്കുകയും മൊഴി കൊടുത്ത സ്ത്രീയെ പെട്ടെന്ന് സ്ഥലം മാറ്റുകയും ചെയ്ത വീണ ജോർജിനെ വലിച്ചങ്ങ് കയറി. അത് കഴിഞ്ഞ് 4-5 ദിവസം മുമ്പ് പത്തനംതിട്ടയിൽ ചില ഗുണ്ടകൾ CPMൽ ചേർന്നപ്പോൾ വീണ വിജയൻ ഭയങ്കര ആവേശത്തോട് റവല്യൂഷണറി സിന്താവ വിളിച്ചു കഴിഞ്ഞപ്പം അത് മുഴുവനും കഞ്ചാവ് കേസിലെയും വെട്ട് കേസിലെയും കാപ്പ കേസിലെയും പ്രതികൾ, SFIക്കാരനെ കൊല്ലാൻ കേസിലെ പ്രതികൾ. ഈ നിലപാടിനെ സതീശൻ പൊളിച്ചങ്ങ് കയറി. ഈ 2-3 പ്രസംഗമാണ് കഴിഞ്ഞ 3 വർഷം കൊണ്ട് സതീശൻ കേരള നിയമസഭയിൽ ആഞ്ഞടിച്ചത്. അതായത് ഭരണപക്ഷത്തെ അങ്ങ് നാശമാക്കി കൊടുത്തു. ഇതിൻ്റെ പ്രതികാരമായിരുന്നു MB രാജേഷും പാർട്ടിയും കൂടെ സതീശനെതിരെ ഉന്നയിച്ചത്. ഇപ്പോഴെങ്കിലും സതീശൻ മനസ്സിലാക്കണം, നിങ്ങൾ ഈ മുഖ്യമന്ത്രിയുമായിട്ട് ഒത്തുകൂടി പോകുന്നത് തെറ്റായ രാഷ്ട്രീയ സമീപനമാണ്. കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല, കേരളത്തിലെ എല്ലാവർക്കും ഇത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. CPMൻ്റെ എത്രയോ MLAമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ വൃത്തികെട്ട പല നയങ്ങളും പിടിവാശിയും കൊണ്ടാണ് 2ാം പിണറായി സഭ ഇത്രയും മോശമായി പോകുന്നത്. ഇനി സതീശൻ ചെയ്യേണ്ടത് വലിച്ചു കീറേണ്ട ഒരു കഥാപാത്രമുണ്ട്, മുഹമ്മദ് റിയാസ്. വലിച്ചു കീറേണ്ട കഥാപാത്രമാണ് മുഹമ്മദ് റിയാസ്. അതേപോലെ കേരള നിയമസഭ ഈ മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ മരപ്പൊട്ടനെ വലിച്ചു കീറണം. ഞാൻ വെറുതെ പറയുന്നതല്ല. മുഖ്യമന്ത്രിയുടെ പൂർണ്ണമായ തണലിൽ ഒരു സൂപ്പർ മുഖ്യമന്ത്രിയായിട്ട് നടിക്കുകയാണ്. അയാൾ അഴിമതിയുടെ കാര്യത്തിലും പുറകിലല്ല. ഇപ്പം കോഴിക്കോട് PSC മെമ്പറുടെ അതിന് മോശമാണ്. ഇതെല്ലാം ഉൾപ്പെട്ട ഒരാളാണ്. അതായത് നമ്മൾ ആലോചിക്കേണ്ട സംഭവമുണ്ട്. 1ാം പിണറായി മന്ത്രിസഭയിലെ സ്റ്റാർ എന്ന് പറയുന്നത് G. സുധാകരനായിരുന്നു. അതൊരു ഓണസ്റ്റ് പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹം ദേവസ്വത്തിൻ്റെ മന്ത്രിയായിരുന്നപ്പോഴും അതേപോലെ തന്നെ PWD മന്ത്രിയായിരുന്നപ്പോഴും കേരളത്തിൽ എല്ലാ റോഡുകളും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് ടാർ ചെയ്ത് ടൈമിംഗ് അനുസരിച്ച് അദ്ദേഹം ഡെലിവറി ചെയ്തു. ഈ PWDയിലെ അഴിമതി തന്നെ ഏകദേശം ഇല്ലാതാക്കി. കാരണം അദ്ദേഹം എക്സ്പീരിയൻസ്ഡ് വെറ്ററൻ കമ്മ്യൂണിസ്റ്റാണ്. അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറയും, ചിലപ്പോൾ ഇടയ്ക്ക് കവിതയൊക്കെ എഴുതും, അതൊക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം ഡെലിവറി ചെയ്യുന്ന കാര്യത്തിലും CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ CPMൽ ആലപ്പുഴയിൽ
വളരെ നല്ല സ്ഥാനത്തോട്ട് കൊണ്ടുവന്നൊരു ലിറ്ററലി ഒരു ജെനുവിൻ കമ്മ്യൂണിസ്റ്റാണ് സുധാകരൻ. ആ സുധാകരനെ മാറ്റിയിട്ട് സൈഡ് ലൈൻ ചെയ്തിട്ട് മരുമകനെ കൊണ്ടുവരുന്നു. മേജറായിട്ടുള്ള 3 പോർട്ട്ഫോളിയോ എടുത്ത കൈയുടെ ടൂറിസം, PWD, പിന്നെ വേറെ എന്താ കുന്തം. അതായത് ഇവനെ വലിച്ചങ്ങ് കയറണം നിയമസഭയിൽ. അമ്മായിയപ്പൻ്റെയും ഈ പാർട്ടിയൊക്കെ കിടന്ന് അങ്ങ് പെരളുകയാണ്. അപ്പം അതും കൂടെ സതീശൻ ചെയ്ത് കഴിയുമ്പം എനിക്ക് തോന്നുന്നു പിണറായി വിജയന് എതിരെയുള്ള ഈ നിയമസഭയിൽ, അതായത് ഒരു ആലോചിക്കേണ്ട വസ്തുതയാണ്, നിയമസഭയിൽ കിട്ടുന്നൊരു ചാൻസ് ഈ പുറത്ത് പ്രസംഗിക്കുമ്പോൾ കിട്ടത്തില്ല. അത് വ്യക്തമായിട്ട് ആലോചിക്കണം. ഇതിനെല്ലാം ഗവൺമെൻറ് മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. ഈ മിനിസ്റ്റേഴ്സ് മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. സതീശൻ വീണ ജോർജിനെ അറ്റാക്ക് ചെയ്തപ്പോൾ ആ വീണ ജോർജിൻ്റെ ആ ശരീരഭാഷ ഒന്ന് ആലോചിച്ച് നോക്ക്, ബോഡി ലാംഗ്വേജ്. അവർ ലിറ്ററലി സ്കെയർഡായിപ്പോയി. കാരണം വീണ ജോർജിൻ്റെ ധാരണ അവർ ഏറ്റവും ബുദ്ധിയുള്ള CPMൻ്റെ അതൊരു ബുദ്ധിജീവിയാണ്, കേരളത്തെ ഏറ്റവും വലിയ ബുദ്ധിജീവിയാന്നുള്ള ധാരണയാണ് വീണ ജോർജിന്. ഈ സ്ത്രീ ഒരു പുല്ലുമല്ലെന്നുള്ള കാര്യം ഇവരെ അറിയാവുന്ന സഖാക്കൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ ജാടയും വേലയും മാത്രം കാണിക്കുക. ഭർത്താവിന് ഓർത്തഡോക്സ് സഭയുടെ ട്രസ്റ്റിയുടെ സ്ഥാനമുണ്ട്. അപ്പോൾ ഓർത്തഡോക്സ് സഭയും ഈ CPMനെയും കൂടെ അത് പരുമലപ്പള്ളിയൊക്കെ ചേർത്ത് വെച്ചോട്ടുള്ള പരിപാടിയാണ് ഇവരുടെ, അല്ലാതെ ഇവരൊരു പുല്ലുമല്ലെന്ന് പലരും പറയാം. ഏറ്റവും ശൈലജ ടീച്ചർക്ക് വരെ റീപ്ലേസ് ചെയ്തു വന്ന ഹെൽത്ത് മിനിസ്റ്റർ. അപ്പോൾ ശൈലജ ടീച്ചർ എന്ന് പറയുന്നത് നമ്മൾ വടക്കുന്ന് പറഞ്ഞാൽ അവർ പെർഫോം ചെയ്തതിൻ്റെ 10% പോലും പെർഫോം ചെയ്യാൻ കഴിയാത്ത ഒരു വനിതാ മന്ത്രി. അതാണ് അവരുടെ കാരണം. പക്ഷെ പാർട്ടിയും അവിടുത്തെ ആൾക്കാർ സഖാക്കളും എല്ലാം കൂടെ പൊക്കിയെടുത്തുകൊണ്ട് വലിയ വിപ്ലവ വനിതയാന്ന് പറഞ്ഞ് കൊണ്ടു കിടക്കുകയാണ്. പക്ഷെ അസംബ്ലിയിൽ അവരെ വലിച്ചു കയറിയപ്പോൾ പിടികിട്ടിയിൽ ഇവരിത്രയേ ഉള്ളൂ എന്ന്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ മരുമോനെ വലിച്ചു കയറണം, അതേപോലെ മുഖ്യമന്ത്രിയെ വലിച്ചു കയറണം. അതായത് കേരളത്തിന് ഈ രണ്ടാമത്തെ ടൈം പിണറായി വിജയൻ്റെ മന്ത്രിസഭ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ദുരന്തവും ദുരിതവുമാണ്. ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യ, എല്ലായിടത്തും ബുദ്ധിമുട്ടും പ്രയാസവും മാത്രമാണ്. ഇയാൾ ക്ലെയിം ചെയ്യുന്ന ഇയാൾ കേരളത്തെ ഏതാണ്ട് 1ാം സ്ഥാനത്തോട്ട് മാറ്റിയെന്നാണ്. കാരണം ഈ മനുഷ്യൻ കേരളത്തിൻ്റെ ഒരു നാശമായിട്ട് വരികയാണ്. അപ്പം ഇതൊക്കെയാണ് സതീശൻ്റെ പ്രധാനപ്പെട്ട ജോലി. അല്ലാതെ മുഖ്യമന്ത്രിയുമായിട്ട് ചേർന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച് എന്തെങ്കിലും കിട്ടും അതിനുവേണ്ടിയല്ല ശ്രമിക്കും. ഒരു ഇൻഡിവിജ്വൽ അല്ല ഇവിടുത്തെ ഇഷ്യൂ. കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി വാദിക്കുകയും പ്രവർത്തിക്കുകയും ഈ ഭരണകക്ഷിയുടെ എല്ലാ കള്ളത്തരങ്ങളും ഓരോന്നായിട്ട് പൊളിക്കുകയും ചെയ്യുകയാണ് സതീശൻ ചെയ്യേണ്ടത്.